നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വായനാ ദിനത്തോടനുബന്ധിച്ച് ചടയമംഗലം ജെംസ് HS പൂങ്കോടിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വായനാ മഹോത്സവം ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഉദ്ഘാടന ചടങ്ങിലെ ശബ്ദത്തിലേക്ക് കുറവുണ്ട്, കാഴ്ചയ്ക്ക് കുറവുണ്ട്, കേൾവിക്ക് കുറവുണ്ട്, അതുപോലെ ശബ്ദത്തിന് കുറവുണ്ട്. പഴയമാരുടെ ശബ്ദത്തിൽ ശ്വാസം വൃത്തി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയത് നിശബ്ദമായിട്ടിരിക്കണമെന്ന് ഏർപ്പെടുത്തത് പറഞ്ഞിരുന്നു. അതുപോലെ അധ്യക്ഷനും പറഞ്ഞു ക്ഷമ വേണം, അതുപോലെ നിശബ്ദത വേണം. അത് വലിയ അത്യാവശ്യ കാര്യം. ഈ സമയത്തില്ലാത്തതില്ല. മാതാപിതാക്കൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സംസാരിച്ച് വേറുണ്ടാക്കുന്ന കാലമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി വായന അസാധ്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ വായന നിസ്സാരമാണ്, പക്ഷേ അത് അസാധ്യമാണ്.
അങ്ങനെ ഞാൻ പറയുന്നത്. ഇത് അസാധ്യമാണ്, നിസ്സാരമാണ്. ഇവിടെ ഞാൻ ബുക്ക് എൻ്റെ ബുക്ക് കാണാൻ കഴിയില്ല, എൻ്റെ ബുക്കൊക്കെ തീർന്നു. ഞാനൊരു 3 കവിതാ പുസ്തകം ഇറക്കിയിട്ടുണ്ടായിരുന്നു, പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിലില്ല, എനിക്ക് പറ്റാറ്റിട്ട് വേണം. ഇവിടെ ഇത് കണ്ടപ്പോൾ വലിയൊരു സന്തോഷം, അധ്യാപകരോടും നന്ദി പറയാം. കാരണം ഈ കുട്ടികളിങ്ങനെ ഇങ്ങനെ നിശബ്ദരാക്കി വളർത്തിയെടുത്തതിൽ കൂടുതൽ പങ്കും അധ്യാപകർക്കും വീട്ടിലെല്ലാവരും മാതാപിതാക്കൾ പറയല്ലോ, മക്കളെ കൊണ്ട് പേര് കൊണ്ട് വരുത്തരുത് എന്നൊക്കെ പറയും. എന്തായാലും ഞാനിത് ഉദ്ഘാടനം ചെയ്തു. അതിൽ വാക്കുകൊണ്ട് ഉദ്ഘാടനം അവസാനം ഞാൻ പറയണം. പിന്നെ ഒരു കവിതയൊക്കെ പാടുമ്പോൾ നീള പാടാൻ പറ്റുന്ന സമയമല്ല. അപ്പൊ 2-3 വരി ആദ്യത്തെ കുട്ടികളോട് പറയാറ് ഇത് നമ്മുടെ ലോകമാണ്. ഏതാണ് സ്കൂള്? ഞങ്ങൾക്കു ഞങ്ങളുടെ ലോകം വിദ്യാലയം, വിദ്യാലയം, വിദ്യാലയം. ഈ വിദ്യാലയം നിങ്ങൾ ഏറ്റുപാടുക. ഞാൻ 2-3 വരി പാടുമ്പോ പാടാമോ? വിദ്യാലയം, വിദ്യാലയം, വിദ്യാലയം. അതാണ് നിങ്ങൾ പാടേണ്ടത്. അത് ഞങ്ങൾക്കു ഞങ്ങളുടെ ലോകം വിദ്യാലയം. രാഷ്ട്രീയമേ വിട്ടുതരൂ, മതങ്ങളെ വിട്ടുതരൂ, ഞങ്ങൾക്കു ഞങ്ങളുടെ ലോകം വിദ്യാലയം, വിദ്യാലയം, വിദ്യാലയം. ഗുരുനാഥന്മാർ തുണയുണ്ട്, ഗുണപാഠങ്ങൾ ചൊല്ലിട. രാഷ്ട്രീയമേ വിട്ടുതരൂ, മതങ്ങളെ വിട്ടുതരൂ, ഞങ്ങൾക്കു ഞങ്ങളുടെ ലോകം വിദ്യാലയം, വിദ്യാലയം, വിദ്യാലയം. അക്ഷരത്തിൽ ശബ്ദം, നിങ്ങളുടെ ശബ്ദം വരുന്നില്ല, എന്റെ ശബ്ദം ഇപ്പോഴും ഒഴിച്ചു നിൽക്കുന്നത്. നിങ്ങൾ കൈയടിക്കുമ്പോഴും അതുപോലെ പാടുമ്പോഴും കൂടെ പാടുമ്പോഴും ശബ്ദം ഉണ്ടാവണം. കുട്ടികൾക്ക് ശബ്ദം വേണ്ട. ഇപ്പൊ ഈ മൊബൈൽ വന്നതിന് ശേഷം ശബ്ദത്തിന്റെ പ്രശ്നമില്ല അല്ലേ? അതാണ് വലിയ കുഴപ്പം. ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ശബ്ദമൊന്നും വേണ്ട. അതിൽ നോക്കി കാണാം, എല്ലാ വൃത്തികളും കാണാം, നന്മയും കാണാം, തീർച്ചയും കാണാം. അതുകൊണ്ട് നന്മ മാത്രം ഉൾക്കൊള്ളാൻ ശ്രദ്ധിക്കുക എന്ന് കുട്ടികളോട് പറയാം. ഈ മതത്തിനോടും രാഷ്ട്രീയത്തോടും വിട്ടുതരാൻ പറയുന്നത് അറിയോ? ഈ പ്രായമാകുന്നതിന് മുമ്പ്, അറിവ് ലഭിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മനസ്സിനകത്ത് വേണ്ട കുത്തിവെക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. 10 വരെയെങ്കിലും സ്വതന്ത്രമായിട്ട് കുട്ടികളെ പഠിക്കാൻ അനുവദിക്കണം. അവിടെ രാഷ്ട്രീയവും മതവും ഒന്നും ചെയ്യരുത്. അതോ രാഷ്ട്രീയവും ചെയ്യുന്ന വന്നിട്ടുള്ള ഗുണം എന്താണെന്ന് നമുക്ക് പത്രം വായിക്കുമ്പോൾ അറിയാം, മൊബൈലിൽ കണ്ടാലറിയാം. കുട്ടികളെല്ലാവരും നന്മയൊന്നും ഉണ്ടായില്ല, പിന്നെ ചില ചെറിയ നന്മകളുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഗുരുനാഥനെ അത് പാടി തന്നെ രാഷ്ട്രീയമേ വിട്ടുതരും, മതങ്ങളെ വിട്ടുതരും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ലോകം വിദ്യാലയം, വിദ്യാലയം, വിദ്യാലയം അല്ലേ? പിന്നെന്താ? ഗുരുനാഥന്മാർ തുണയുണ്ട്, ഗുണപാഠങ്ങൾ ചൊല്ലിയില്ല. പിന്നെ ഇങ്ങനെ ഈ 2 വരികളെ ഞാൻ ചൊല്ലുന്നത്. ഒന്നാണു നമ്മള് മണ്ണിന്റെ മക്കള്, ഒന്നിട്ടുണർന്നു പഠിക്കണം. ഒന്നാണു നമ്മള് മണ്ണിന്റെ മക്കള്, ഒന്നിട്ടുണർന്നു പഠിക്കണം. ഒന്നാണു നമ്മള് മണ്ണിന്റെ മക്കള്, ഒന്നിട്ടുണർന്നു പഠിക്കണം. ഒത്തൊരുമിച്ചു വളരണം നമ്മൾ, ഒത്തൊരുമിച്ചു പഠിക്കണം. വർഗീയപ്പോൾ പുലമ്പാതെ നമ്മൾ, വർഗീയപ്പോൾ പുലമ്പാതെ നമ്മൾ, നേരം പെരുമ പുലർത്തേണം. ഒരാള് നമ്മൾ മണ്ണിന്റെ മക്കൾ, ഒന്നിച്ചുണർന്നു പഠിക്കണം. ഒത്തൊരുമിച്ചു വളരണം നമ്മൾ, ഒത്തൊരുമിച്ചു കളിക്കണം. അങ്ങനെ കുട്ടികൾക്ക് ഞാൻ ചെയ്യുന്നത് വേറെ കേൾക്കാനൊന്നുമല്ല, ഞാൻ പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ വളർച്ചയാണ് ഇനിയുള്ള കാലത്ത് ഒരു മാറ്റം വരാൻ സാധ്യത എന്ന് വിശ്വസിക്കുന്നു. നന്മ ഉണ്ടെങ്കിലേ പറ്റും. നന്മ എനിക്ക് തിന്മയാക്കാൻ വേണ്ടി പല രീതിയിൽ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും പോരായ്മ വന്നാൽ ക്ഷമിക്കണം.
അപ്പൊ കവിത കൂടാതെ ഈ കൂട്ടത്തിൽ ചെയ്യാവുന്ന ചെറിയൊരു കാര്യം, ഒരു കണക്കവിത പറയാം, അതിൽ ഉത്തരം പറഞ്ഞാണ്. പറയോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന അത് ശബ്ദിക്കരുത്, അപ്പൊ ഇത് കേൾക്കാൻ പറ്റില്ല. ഇത് ഈ ജീവിത കവിതയായിട്ട് ഞാൻ പാടും. കവിതയായിട്ട് പാടുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് അതിന്റെ ഇന്ന ജീവിയാണെന്ന് പറയാൻ ശ്രമിക്കണം. അപ്പോൾ ഇത് ഞാനൊരു പക്ഷിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. നമ്മള് മിക്കവാറും പണ്ട് കണ്ട് പറമ്പിലും പാടത്തും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് അത്രയെങ്കിലും കൂടുതലാണ്. മനസ്സിലായാലോ? തത്തക്കം പിത്തക്കം തത്തി നടക്കണ മുത്തുക്കിളിയോട്, ചെത്തി നടക്കണ കേറി കളിക്കണ കുങ്കുമച്ചുള്ളിയോട്, തത്തക്കം പിത്തക്കം തത്തി നടക്കണ മുത്തുക്കിളിയോട്, ചെത്തി നടക്കണ കേറി കളിക്കണ കുങ്കുമച്ചുള്ളിയോട്, വെളുവെളുപ്പിയോട് തരങ്ങളവള് ചുറ്റുവരക്കുകളിലും കാര്യം പാടുന്നോട്, ചുറ്റുവരക്കുകളിലും കാര്യം പാടുന്നോട്, വെളുവെളുപ്പിയോട് പല നിറം കിടന്നവള് എന്റെ സുന്ദരിയാണവള്. ഈ ജീവിതം ഒരു കഥയല്ല, കൊക്കല്ല, മൈനയല്ല, മയിലല്ല, ഞാൻ ഒന്നുകൂടെ പറയാം. അതിന്റെ നഷ്ടം എങ്ങനെയാണ്? അതാണ് തത്തക്കം തത്തക്കം പിത്തക്കം തത്തി നടക്കണ മുത്തുക്കിളിയോട്, ചെത്തി നടക്കണ കേറി കളിക്കണ കുങ്കുമച്ചുള്ളിയോട്, കുത്തുവരക്കുടി കാര്യം പാടുന്നോട്, വെളുവെളുമ്പിയോട് പല നിറകലർന്നവള് എന്റെ സുന്ദരിയാണവള്. ഇപ്പോഴല്ലേ പറയുന്നത്? കാരണം ഒരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണോ പറയുന്നത്? അപ്പോഴേ എല്ലാവരും പറഞ്ഞിട്ട് ഇത് പറഞ്ഞില്ല, താറാവ് പറഞ്ഞു. പറഞ്ഞ ആൾക്ക് ഒരു കയ്യേറി കൊടുത്ത എല്ലാവരും. ഇങ്ങനെയൊക്കെയാണ് വായിച്ചാലും നമ്മളോട് ചിന്തിച്ചാൽ അത് ഗുണം ചെയ്യണം. സമൂഹത്തിന് ഗുണമായിരിക്കണം. നമ്മൾ എന്തെങ്കിലും പറയുന്നതോ ചെയ്യുന്നതോ ഒക്കെ സമൂഹത്തിന് ഗുണം ചെയ്യണം. ഒരു വാക്ക് പറഞ്ഞാൽ അത് ഗുണമായിരിക്കണം എന്ന് വിചാരിച്ചാണ് നമ്മളൊക്കെ വളരുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് കരുതൽ വരുന്നു, വിഷം വരുന്നു, ഒരുപാട് വരും. ഇപ്പൊ തന്നെ സമൂഹത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്താ പറയാ, മൈക്കൊന്നും പ്രശ്നമില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ഇതിന്റെ ഉത്തരം മനസ്സിലായില്ല. ഇനി അതുപോലെ ഒരു കണക്കഴുത പറയാം. നിങ്ങൾ വൈകുന്നേരം വൈകുന്നേരം കണക്കഴുത. പക്ഷേ സമയം ഇവിടെ ഒരുപാട് കുട്ടികളായിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ മൈക്കൊന്നും ഇപ്പൊ ഞാൻ വെറുതെയാണ്. ഈ ഒരു പണിയില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ പല സ്കൂളുകളിൽ ഇവിടെ ഫുട്ബോൾ കളിയാണ് ഇവിടെ സമയത്താണ്. അപ്പോൾ ഇത് തച്ചനെ കുറിച്ചാ പറയണം. തടി കൂട്ടണം, തച്ചനെ കുറിച്ചാണ്. കവിത കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണമല്ലോ. ഛർദ്ദിച്ചുകൊണ്ടിരുന്ന ഒന്നും മനസ്സിലാവില്ല, ഉത്തരം പറയാൻ പറ്റത്തില്ല, ചോദിക്കാനുമില്ല. അതുകൊണ്ട് തടികൊത്തിപ്പണിയുന്ന തച്ചനോരാൾ ഒറ്റയ്ക്കും പണിയുന്ന തച്ചരിവൻ. ഉത്തരം മരുകൊത്തി പറഞ്ഞാണ് ആരാ?
അംഗീകാരം വേണ്ട നമുക്കൊക്കെ വരുന്നില്ല. അപ്പൊ അങ്ങനെ പോകട്ടെ. അതിന് ബാക്കി കൂടെ പറയുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. അതായത് വാളില്ല ഉറിയില്ല കുട്ടോടിയില്ലാതെ ചൂണ്ടുവിൽ കൊണ്ട് കുറയുന്നു. അതാണ് സത്യം. ഇപ്പോഴാ പറയാൻ വേഗം പറഞ്ഞിട്ട് വന്നില്ല, അടുത്തേക്ക് വന്നില്ല. പക്ഷെ നാണമായിട്ടാണോ സഭാകമ്പം പാടില്ല. അപ്പൊ അത് കഴിഞ്ഞു. ഇനിയുണ്ട്. ആകാശത്തും ഒരു നാൾ തുരുതുര വെള്ളിക്കമ്പികളുടിരുന്നു. വെള്ളിക്കമ്പികൾ തുള്ളി തുള്ളി വെള്ളിപ്പോറയുടിക്കുന്നു. വെള്ളത്തുള്ളികളൊരു വള്ളം തേറിപ്പോകുന്നു. കളിവള്ളം തേറിപ്പോകുന്നു. എന്താണ് വെള്ളിക്കമ്പി? ഒരു നാൾ തുരുതുര വെള്ളിക്കമ്പികൾ ഉതിരുന്നു. എന്താണ് വെള്ളിക്കമ്പി? സാക്ഷിയുടെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്ന ഈ വീഡിയോയിൽ ജോയി ചാലക്കുടി അവതരിപ്പിക്കുന്ന ഫസലുകൾക്ക് ഉത്തരം നിങ്ങൾക്ക് കമന്റുകളായും അതിനോടൊപ്പം തന്നെ നമുക്ക് സപ്പോർട്ടായും ലൈക്കായും നിങ്ങൾക്ക് ഇതിൽ പങ്കുചേരാം. ഞാനും ആനമ്പഴം അല്ലേ, അത് മഴ പെയ്യുമ്പോ അതെ ഇഷ്ടപ്പെട്ടോ പറയുന്നത്? ആദ്യം പറയുന്നിട്ടാണോ പരസ്പരം അടക്കിയത് എപ്പോൾ
വിദ്യാലയം പാടില്ലേ പാടി അതുകൊണ്ടാണ് ഇതൊക്കെ വൈകിട്ട് കാണുമ്പോൾ പറയുന്നത് പക്ഷേ തുടരാൻ വേണ്ടി അതൊക്കെ താല്പര്യപ്പെടുന്നു എങ്കിലേ എന്റെ പുസ്തകം ഉണ്ടാവും ഇതുകൊണ്ടും ഒരു കാഴ്ചയ്ക്ക് അതായത് അച്ഛൻ കോപ്പി കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഇവിടെ തരാം അല്ലെങ്കിൽ ഈ ഇതെല്ലാം കാണിച്ച് വെച്ചിട്ട് തരണമെന്ന് ആഗ്രഹമുണ്ട് ശരിയില്ല വേറെ എവിടെയും കിട്ടുമ്പോൾ ഞാൻ കൊടുത്തയക്കാം ആരെങ്കിലും കിട്ടിയാൽ കൊടുത്തയക്കാം എല്ലാം ഞാൻ കൂടുതൽ കൊടുക്കുന്നത് പക്ഷെ എല്ലാം തീർന്നു കുട്ടിയുടെ ഇത് വർത്തമാനം പറഞ്ഞ് പാട്ട് കേൾക്കാറുകൊണ്ടാണോ അത് കവിതയല്ല മറ്റേ കവിതയായിട്ടല്ലോ ഏതാ വേണ്ടത് കടകളിലെ പാട്ട് വേണ്ട ഞാനൊരു കാര്യം പറയാം ഇവിടെ ചടയമംഗലം സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ചടയമംഗലം സുകുമാരൻ ഗാനഭൂഷണം ഇവിടെ തന്നെ പോകുമ്പോൾ തന്നെയാണ് ആ മനുഷ്യനെ അറിയില്ല ഓർമ്മപ്പെടുത്താൻ ഒരു പാട്ട് ഞാനിവിടെ അദ്ദേഹം സംഗീതം ചെയ്ത് പാടി പാട്ട് ഈ തൊണ്ടത്തെ പാട്ട് ഒക്കെ കണ്ടില്ല ആ മനുഷ്യനെ ഓർമ്മിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഞാൻ സംവിധാനം ചെയ്ത നാടകത്തിൽ അദ്ദേഹം ആദ്യം കുമാർ എഴുതിയുണ്ട് സംഗീതം ചെയ്ത് പാടി പാട്ടാണ് ഞാൻ പാടാൻ ശ്രമിച്ചു കഴിഞ്ഞു ഏകദേശം എന്റെ ജീവിതത്തിൽ അതിന് എപ്പോഴും പോവുകയുള്ളൂ കണ്ടു ഒരു കയ്യയോ ശബ്ദവും ഇപ്പൊ കേട്ടു കണ്ടുവാ തമ്പുരാന്റെ കഥ പാടടി പൈ
ആയിരപ്പറയും നമ്മുടെ തമ്പുരാനും പിന്നെ ഇനി ഞാൻ അധികം സംസാരിച്ചിട്ടുള്ള കുട്ടികളുടെ പരിപാടി നടത്താണ്ട് രാജ്യകാരണമായി മയക്കുകൊണ്ട് വീട്ടിൽ പോയ ചില വീട്ടിലില്ല ഞാനിപ്പോൾ ഇല്ലാതെ ഞാൻ നിന്നതാണ് പരിപാടികൾക്ക് പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കണ്ടു എന്നെ പരിചയപ്പെട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കാനുള്ള പരിപാടി കുട്ടികളുടെ പരിപാടി കാണണ്ടേ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ആശംസ പറഞ്ഞുകൊണ്ടും ഈ വായന നിങ്ങൾക്ക് ആശംസിക്കുന്നു. പരിപാടികളുണ്ട് എല്ലാവരും നന്മകളും നേരുന്നു. അടുത്തതായി ആശംസ അറിയിക്കുന്ന വേദികളുള്ളത് മാനേജ്മെന്റ് പ്രമുഖി തോമസ് ആശംസിക്കുന്നു. ഈ വേദിയിൽ ഇരിക്കുന്ന എച്ച്.എം. PTA പ്രസിഡന്റ്, മുഖ്യ പ്രാഥമികർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും എൻ്റെ ആശംസ. എനിക്കിവിടെ ഇരുന്നപ്പോൾ വലിയ സന്തോഷവും അതിശയവും തോന്നി. ഇവിടെ PTA പ്രസിഡന്റ് പറഞ്ഞു ലൈബ്രറി ബുക്ക് വായിക്കുന്നവർ കൈവക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എണ്ണി നോക്കി ഏതാണ്ട് 560 കുട്ടികൾ കൈവക്കി. അതായത് 2 കൈയും പോക്കി. ആ കൈവക്കിയത് എനിക്ക് വലിയ അതിശയം തോന്നി. അതിശയം തോന്നാനുള്ള കാരണം എന്താണെന്ന് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അത് പറഞ്ഞാൽ ഒരു വിമർശനമാകും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആ ലൈബ്രറി ഉപയോഗിക്കണം. ഏതാണ്ട് 10,000 പുസ്തകങ്ങളുള്ളത്. അത് പിന്നെ ഈ വായനാ ശീലത്തെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് വലിയ പരിജ്ഞാനമൊന്നുമില്ല. വെറുതെ ഇതിന് കാര്യമില്ലാത്ത കൂട്ടമാക്കിയാണ് പോകുന്നത്. അതുകൊണ്ട് ഈ വായനാ ശീലത്തെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് പറയുന്നില്ല. എല്ലാവിധ ആശംസകളും ഞാൻ പോകുന്നു. അടുത്തതായി വായനാന്റെ പരീക്ഷയാണ് അതിനുവേണ്ടി ആദ്യ അഭിനയിച്ചെടുത്തു കൊടുക്കുന്നത്. വായനാ ദിനപ്രതിജ്ഞ. ഞാൻ വായിച്ചു വളർന്ന് അതിലൂടെ അറിവ് നേടി വായന ഒരു ശീലമാക്കി ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. നമ്മുടെ രാഷ്ട്രത്തിന്റെ സിദ്ധശക്തികളായി പ്രവർത്തിക്കുന്ന തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതോടൊപ്പം രാജ്യത്തിന് വിനാശകരമായി വളർന്നു വരുന്ന അഴിമതികൾ, അനീതി എന്നിവ പൊതുസമൂഹത്തിന്റെ എല്ലാ രംഗത്തു നിന്നും തുടച്ചു നീക്കുവാൻ എന്നാൽ കഴിയും വിധം പരിശ്രമിക്കുകയും ചെയ്യും. ഭാരതത്തിലെ നിയമവ്യവസ്ഥകൾ ശരിയാവണ്ണം പാലിക്കുകയും ശാന്തിയും സമാധാനവും സുരക്ഷിതത്വമുള്ള ഒരു അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രയത്നിക്കുകയും ചെയ്യും. നമ്മുടെ അമൂല്യ സമ്പത്തായ സൗരോർജം, ശുദ്ധജലം, പരിസ്ഥിതി മുതലായവ ശരിയായും സ്വച്ഛമായും ഉപയോഗപ്പെടുത്തി സുരക്ഷിതമാക്കാനുള്ള അന്തരീക്ഷം
പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടിയുള്ള മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. വായിച്ചു വളരും, ചിന്തിച്ചു വിവേകം നേടും. വായിച്ചു വളരും, ചിന്തിച്ചു വിവേകം നേടും. വായിച്ചു വളരും, ചിന്തിച്ചു വിവേകം നേടും. പരിപാടികൾ അവസാനിപ്പിക്കപ്പെടുക കുഞ്ഞുങ്ങളുടെ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ജോലി ടീച്ചറിനെ ചെറുത്തുകൊണ്ട് വേദിയിൽ സദസ്സിലും ഇരിക്കുന്ന എൻ്റെ ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഇന്ന് വായനാ ദിനം നമ്മൾ സമുചിതമായി ആഘോഷിക്കുകയാണ്. തുടർന്ന് വരുന്ന ഒരു മാസക്കാലം വായന മാസാചരണമായി ആചരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി കുട്ടികൾക്ക് ഒത്തിരി പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും അതിൽ പങ്കെടുക്കണം. അതിൻ്റെ വിശദ വിവരങ്ങൾ നോട്ടീസ് ബോർഡിൽ ഇടുന്നതാണ്. ഇനി നന്ദി പറയുകയാണ്. ആദ്യമായി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ KA റഹീം സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി സ്വാഗതം ആശംസിച്ച ബഹുമാന്യരെ നന്ദി ലഭിച്ച മാനവിച്ചെന്നുള്ള ഹൃദയത്തിന്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ശ്രീ ജോയി ചാലക്കുടിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മുടെ മാനേജ്മെന്റ് പ്രതിനിധി തോമസ് സാറിനും ഹൃദയം പറഞ്ഞ് നന്ദി അറിയിക്കുന്നു. ബാക്കി എൻ്റെ എല്ലാ സഹപ്രവർത്തകർക്കും എൻ്റെ വിലപ്പെട്ട കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കുട്ടികളുടെ പരിപാടിയാണ് തുടങ്ങും.
ഇങ്ങനെ അപൂർവ സാന്നിധ്യം മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തിലേക്ക് നയിച്ച മഹാനായ പി.എൻ. പണിക്കരുടെ ജന്മദിനമായ ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുകയാണ്. നല്ല വായനയിലൂടെ ജീവിത മൂല്യങ്ങൾ നേടാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ പണിക്കർ സ്വന്തം നാട്ടിൽ ഒരു വായനശാല ആരംഭിച്ചുകൊണ്ടായിരുന്നു തന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സാക്ഷര കേരളത്തിന്റെ ശില്പിയായ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ വിദ്യാലയങ്ങളിലും ഗ്രന്ഥാലയങ്ങളിലും നമ്മൾ വായനവാരം ആചരിക്കുന്നു. ഏതന്തകാലത്തിലും വിജ്ഞാനത്തിന്റെ വെളിച്ചം പകരാൻ കഴിവുള്ള ഊർജ്ജയുടെ ആയുധമാണ് പുസ്തകങ്ങളെന്നും നല്ല പുസ്തകങ്ങളെ നമ്മൾ കൂട്ടുകാരെ കാണണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു. നല്ല വായനയിലൂടെ അറിവിന്റെ അനന്തമായ ലോകം കീഴടക്കാമെന്ന് ഒരു ജനതയെ പഠിപ്പിച്ച മഹാനായ പി.എൻ. പണിക്കരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും വായനദിന ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. കവിതയുടെ നൃത്താവിഷ്കാരമാണ്. ഇതിനായി ദിൽഷ നവാസിനെ ക്ഷണിക്കുന്നു. സാഹചര്യങ്ങളെ കുറിച്ച് തുറന്നെഴുതിയ എഴുതുകാരൻ
നിറഞ്ഞ സദസ്സിൽ നിന്ന് സാക്ഷി ടി വി സൈനിങ് ഓഫ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭം.